ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലും വൻ ആനുകൂല്യങ്ങളും പദ്ധതികളുമാണ് സ്ത്രീകൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. വാഗ്ദാനങ്ങളുടെ കുത്തൊഴുക്ക് തന്നെ ഉണ്ടാകും. പെരുമഴയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അതുണ്ടാവുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, റേഷൻ കാർഡ് അടിസ്ഥാനത്തിലല്ലാതെ എല്ലാ സ്ത്രീകൾക്കും 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നിവയായിരിക്കും പ്രകടന പത്രികയിലെ ഹൈലൈറ്റുകൾ. നിലവിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മറ്റു വരുമാന മാർഗമില്ലാത്ത സ്ത്രീകൾക്കാണ് 1000 രൂപ നൽകി വരുന്നത്. സാമൂഹ്യ ക്ഷേമ പെൻഷൻ 3500 രൂപയായി ഉയർത്താനടക്കമുള്ള വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിൽ ഉണ്ടാവുമെന്ന് അറിയുന്നു. ഇന്ന് തന്നെ പ്രകടന പത്രിക പുറത്തിറക്കിയേക്കും. മുൻമന്ത്രി തോമസ് ഐസക് ചെയർമാനായ കമ്മിറ്റിയാണ് പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകിയത്. മാത്യു ടി തോമസ്, പ്രകാശ് ബാബു, വർഗീസ് ജോർജ് എന്നിവരാണ് ആ കമ്മിറ്റിയിലുള്ള മറ്റുള്ളവർ. ഇവർ തയ്യാറാക്കിയ പ്രകടന പത്രികയുടെ കരടിന് മുഖ്യമന്ത്രി അംഗീകാരം നൽകി. പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇടതുമുന്നണി പ്രകടന പത്രിക തയ്യാറാക്കിയത്. വിവിധ മേഖലകൾക്ക് തുല്യ പ്രാധാന്യം നൽകിയായിരുന്നു ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDFന്റെ പ്രകടന പത്രിക. എല്ലാവർക്കും വീട്, ഭക്ഷണം, ചികിത്സ, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവ ഉറപ്പാക്കുമെന്നായിരുന്നു ആ പ്രകടന പത്രികയിലെ പ്രമുഖ വാഗ്ദാനങ്ങൾ. നവകേരള കാഴ്ചപ്പാടിന് അനുസൃതമായി അധികാര വികേന്ദ്രീകരണം ശക്തിപ്പെടുത്തുന്ന കാഴ്ചപ്പാടാണ് പ്രകടന പത്രികയിലൂടെ LDF മുന്നോട്ട് വെച്ചതെന്നാണ് അന്ന് LDF പറഞ്ഞിരുന്നത്. ഏതായാലും ജീവൻ മരണ പോരാട്ടമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ പ്രകടന പത്രികകളിലൂടെ മനസ്സിലാക്കുന്നത് എല്ലാ പാർട്ടികളുടെയും. UDF സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രകടന പത്രികയിൽ കരുതൽ കൊടുക്കുമെന്നറിഞ്ഞാണ് സ്ത്രീ മനസ്സുകളെ ചേർത്ത് നിർത്താൻ ഇടതുമുന്നണി ഈ പെടാപ്പാടെല്ലാം പെടുന്നത്. പ്രകടന പത്രികയിൽ ആർക്കും എന്തും പറയാം. അതെല്ലാം വെറും വാഗ്ദാനങ്ങളാണ്. ആ വാഗ്ദാനങ്ങൾ നിറവേറ്റിയാലേ നിറവേറ്റിയെന്ന് പറയാൻ പറ്റും. വാഗ്ദാനങ്ങൾക്ക് GST ഇല്ല. അതുകൊണ്ട് എല്ലാ പാർട്ടിക്കാർക്കും വാരിക്കോരി വാഗ്ദാനങ്ങൾ നൽകാം. ഏത് മുന്നണിയിലായാലും പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി വോട്ട് നേടാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ജനം ഇപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു ആർക്കൊക്കെ വോട്ട് ചെയ്യണമെന്ന്. അതറിയാനായി മെയ് മാസം 4 വരെ കാത്തിരിക്കണമെന്ന് മാത്രം.